എന്നെയും ഗൾഫിൽ പോകാനായിട്ട് വിളിച്ചത്, അതായത് ഈ ഫാമിൽ നിൽക്കാനായിട്ട്. പടച്ചോൻ അനുകരിച്ച് ഏതായാലും പോകാമെന്നത് ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പടം കുഴപ്പമില്ല, നല്ല പടമാണ്. സ്റ്റോറി നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. ഭയങ്കര ഇമോഷണൽ സ്റ്റോറി നോവലോ ബുക്സോ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാണാൻ. അനുഭവം എന്ന് പറയാൻ ഇത് കരയായിരുന്നു. ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? ആക്ടിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, പാര ആക്ടിങ്. ഒരുപാട് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിലൊരു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ആഫ്രിക്കൻ ഒരു ക്യാരക്ടർ വരും, ഇബ്രാഹിം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണ് ഹീറോ. എനിക്ക് ആ സിനിമയിൽ തോന്നിയത്. പക്ഷേ അതിൽ ഹീറോ പൃഥ്വിരാജിനെക്കാട്ടും ഐ തിങ്ക് അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, മ്യൂസിക് ഒരു രക്ഷയില്ല, എല്ലാ അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്. ലാസ്റ്റ് ഒരു സീനുണ്ടല്ലോ, പൃഥ്വിരാജ് നടന്നു പോകുന്ന ആ ഒരു മെലിഞ്ഞിട്ടുള്ളത്, എങ്ങനെയുണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ? ഒരിക്കലും അത് ആ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഇത്രയും വണ്ണം കുറച്ചാണ് അയാൾ ചെയ്തത്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. ആ ഒരു ഡ്രസ്സിങ് ഇപ്പം അതില്ല, അയാൾ ആ കെട്ടി വെക്കുന്നതും അത് നോക്കിയിട്ട് കരയുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര ഇമോഷണലി തരുന്നതായിരുന്നു. അടിപൊളി സിനിമ. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പടമായിരുന്നു. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, ടെക്നിക്കൽ അത് അഭിനയിച്ച പെർഫോമൻസ് ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്? പൃഥ്വിരാജിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യൻ. ഒരു പോർഷൻ ഉണ്ടല്ലോ, പൃഥ്വിരാജ് ഒരു ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഒരു പൊട്ടിനോടായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ആ ഡെഡിക്കേഷന് ഭയങ്കര അടിപൊളിയായിരുന്നു. ആടുജീവിതം നല്ല പടമാണ്. നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്. പിന്നെ കഥയൊക്കെ അറിയത്തില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പോയി കാണുക. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ വീട് ആലപ്പുഴ കുട്ടനാടാണ്. പിന്നെ നാളെ എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഞാൻ ഇവിടെ സെക്യൂരിറ്റി സാറന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ല പടമാണ്. കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? കയറി കണ്ടിട്ട് യാതൊരു പോരാഴിയില്ല. പോരാഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ മുടക്കുന്നതിന് അതിൻ്റെ ഡബിൾ ഇരട്ടി നമുക്ക് അതിനുള്ള ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ വരുന്നൊരു നല്ല ഫീലിംഗ് പടമാണ്. അത് സങ്കടമുണ്ട്, ഫുള്ള് സങ്കടമാണ്. എന്നാൽ അതിനകത്ത് അത്യാവശ്യം ഈ ഒരു ശകലം രസമൊക്കെ ഉള്ളത്. നടന്ന കഥയും കൂടെ ആണല്ലോ നജീബ് എന്ന് പറഞ്ഞാൽ. പിന്നെ അല്ലാതെ വേറൊരു പയ്യനുണ്ടല്ലോ, ഹക്കീം എന്ന് പറഞ്ഞാൽ നജീബിൻ്റെ കൂടെ പോകുന്ന ആളും അവിടെ ചെന്ന് അവരുടെ, അതായത് ഒരു ഗൾഫ് ജീവിതം എങ്ങനെയാണോ അങ്ങനെ പച്ചയായിട്ട് തന്നെ കാണിച്ചത്. എന്നെയും ഗൾഫിൽ പോകാനായിട്ട് വിളിച്ചത്, അതായത് ഈ ഫാമിൽ നിൽക്കാനായിട്ട്. പടച്ചോൻ അനുകരിച്ച് ഏതായാലും പോകാമെന്നത് ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത്രേ ഉള്ളൂ. ഓക്കെ.